Assalamualaikum, welcome to delicious recipes at. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഇതിലേക്ക് ചെറിയ ഉള്ളി വേണം, അതൊരു 3-4 കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 നുള്ള് ചെറിയ ജീരകം, അതൊരു 1/4 ടീസ്പൂൺ താഴെ മതിയാവും. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ മുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മസാലയ്ക്ക് വേണ്ടത്. ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം. നമ്മളിന്ന് വെക്കുന്നത് മുരിങ്ങയില കൊണ്ടുള്ള ഒരു കറിയാണ്, ഈസി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഞാൻ മുരിങ്ങയില ഒരു 1-2 തണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഇല വേണ്ട, ഒരു 1-2 തണ്ടിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നന്നായിട്ട് കഴുകി, ഇതിനകത്ത് ചെറിയ പ്രാണികളും അതുപോലെ തന്നെ പൊടിയും ഒക്കെ ഉണ്ടാകും. അപ്പോൾ നന്നായിട്ട് കഴുകി ഇല നന്നായിട്ട് നോക്കിയിട്ട് വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. കടുക് വറുക്കാനായിട്ട് ഞാൻ ചെറിയ ഉള്ളി 2-3 ഞാൻ ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1-2 വറ്റൽമുളകും കൂടെ എടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് ഇതിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഉള്ളി ചെറിയൊരു ലൈറ്റ് ബ്രൗൺ നിറമാവുന്നവരെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. മുരിങ്ങയില തോരൻ കഴിക്കാൻ മടിയുള്ളവർക്ക് ഇങ്ങനെ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ഉള്ളി ചെറുതായിട്ടൊന്ന് നിറം മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് സമയം ഇതിൻ്റെ വേവ് ഇല്ല, 1 മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചൂടായി തിളച്ച് വരുമ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഒരുപാട് സമയമായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഈസി ആയിട്ടും അതുപോലെ തന്നെ മുരിങ്ങയില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒന്ന് തന്നെയാണ്. ഇലക്കറികളെല്ലാം അങ്ങനെ തന്നെയാണ്, എന്നാലും മുരിങ്ങയില നല്ല ഗുണങ്ങളുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അറിയാത്ത ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പുതിയൊരു നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.